ജീവിതത്തിൽ നമ്മൾ പലരും പല മേഖലയിൽ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ്. നമുക്ക് ചെറുപ്പത്തിൽ തന്നെ പല ആഗ്രഹങ്ങളുണ്ടായിട്ടുള്ളവരാണ്. ഈ ആഗ്രഹങ്ങൾ നമുക്ക് കുട്ടിയായിരിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ എന്തായിരിക്കണം ഒരാഗ്രഹം. അപ്പോൾ നമ്മൾ അന്ന് പറയും ഒരു പോലീസുകാരനാകണം, പട്ടാളക്കാരനാകണം, ഒരു ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം ഒക്കെ പറയുമെങ്കിലും വളർന്നു വരുന്ന ഓരോ ഘട്ടങ്ങളിലും നമുക്കറിയാം ഓരോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനനുസരിച്ച് അതിന് മാർക്കുകൾ ലഭ്യമാകണം. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ആ പറയപ്പെടുന്ന കാര്യങ്ങളിലോട്ട് എത്തുള്ളൂ. പക്ഷേ ഈ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണെന്നത് നമുക്ക് ആ സമയത്ത് അറിവില്ല. പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ ഓരോ ഘട്ടത്തിലായിട്ട് ചെയ്തിട്ടുള്ള നമ്മളുടെ ആ പ്രവൃത്തി മൂലമാണെന്ന് അറിയുന്നത്. എന്നെ സ്വാധീനിച്ചൊരു വലിയ ബുക്കാണ് റിച്ചാർഡ് ബാക്കിൻ്റെ ജോനാഥൻ ദ സീഗിൾ എന്ന് പറഞ്ഞ പുസ്തകം. പക്ഷെ ആ പുസ്തകം ഞാൻ ഡയറക്റ്റ് വായിച്ചിട്ടില്ല. പക്ഷെ അതിൽ ആ ഒരു പുസ്തകത്തിൻ്റെ ഈ ഓഡിയോ സംഗ്രഹം യൂട്യൂബിൽ കേട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ ലൈഫ് ചേഞ്ച് ആകാൻ ഉള്ള ഇതിലോട്ട് മോട്ടിവേഷണൽ എന്നുള്ള രീതിയിലോട്ട് വരുന്നത്. കാരണം എൻ്റെ ലൈഫ് നമ്മുടെ ഏത് രീതിയിലായിരുന്നു ഒരാളായിരുന്നു. ഞാനൊരു ഭയങ്കര ക്രിട്ടിക് മെൻറ്റാലിറ്റി ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അതിൽ നിന്ന് മാറി പോസിറ്റീവാകുക, എല്ലാം ഇവിടെ സംഭവിക്കുമെന്നുള്ളതിലോട്ട് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഓരോ കാര്യം സംഭവിക്കുമെന്നുള്ള ഒരു ബോധ്യത്തിലോട്ട് എത്തുന്ന ആ പുസ്തകത്തിലൂടെയാണ്. അതിൻ്റെ ഒരു കിട്ടുന്ന ഓരോ അതിൽ നിന്ന് പകർന്ന് കിട്ടുന്ന ഓരോ വെളിച്ചമാണ്. അത് ലൈഫ് ലൈൻ ടി വിയിൽ ഡോക്ടർ പി വിജയൻ സാർ അദ്ദേഹം സംഗ്രഹിച്ചിരിക്കുന്ന ഒരു 44 മിനിറ്റ് ഒരു വീഡിയോ ഉണ്ട്, സംതിങ് അമേസിങ്. ഇപ്പോൾ അതിൻ്റെ എഴുതണം, നിങ്ങൾക്ക് ആംബിയറുണ്ടോ വിജയിക്കുക എന്നാൽ നിങ്ങളിത് കേൾക്കുക എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു ഹെഡിങ് തന്നെ വരുന്നത്. ഞാൻ അതിൻ്റെ ഒരു യൂട്യൂബ് ലിങ്കും കൂടി ഇതിൻ്റെ കൂടെ ഇടാം. കാരണം തീർച്ചയായിട്ടും എല്ലാവർക്കും അത് ഉപകാരപ്പെടുന്നൊരു പുസ്തകമായതുകൊണ്ടാണ്. അതിനകത്തെ ജോനാഥൻ സീഗിൾ എന്ന് പറയുന്ന ഒരു കടൽ കാക്ക അല്ല സീഗിൾ ഉള്ള കാക്ക. അപ്പോൾ അതിങ്ങനെ പറന്ന് നടക്കുകയാണ്. അത് പറക്കുമ്പോൾ ആ ഒരു നോർമൽ എന്നുള്ള രീതിയിൽ അതിനേക്കാളും കൂടുതലായിട്ട് പറക്കുന്നത്. സാധാരണ സീഗിളിനൊക്കെ പറക്കാൻ പറ്റുന്നൊരു സ്പീഡ് എന്ന് പറയുന്നത് 30 km/h. അപ്പോൾ അതിനേക്കാളും വളരെ സ്പീഡിൽ അത് മികച്ച് പറക്കുന്നു പല രീതിയിൽ. പക്ഷെ അവൻ അവിടുന്ന് അത് കഴിയുമ്പം ആ ഒരു കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് അദ്ദേഹം. പിന്നെയുള്ളൊരു ഘട്ടത്തിലായിട്ട് ഓരോ ഗുരുക്കന്മാരുടെ ഇടയിൽ അദ്ദേഹം ചെല്ലുന്നു. അവിടെ നിന്ന് ഓരോ അറിവുകൾ കിട്ടുന്നു. ഓരോ അറിവുകൾ സ്വായത്തമാക്കിക്കൊണ്ട് അതിനൊക്കെ പഠിച്ചതിന് ശേഷം തിരിച്ചു വന്ന് അദ്ദേഹം കുറച്ച് പേർക്ക് പകർന്നു കൊടുക്കുന്നു. ആ പകർന്നു കൊടുക്കുന്നവർ ആ സമൂഹത്തിന് തന്നെ വെളിച്ചം നൽകുന്നു. നമുക്കറിയാം നമ്മുടെ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവ്, അദ്ദേഹം ഇവിടെ നിന്ന് ബ്രിട്ടനിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ബാരിസ്റ്റർ ജീവിതം അവിടെ പഠനം നടത്തി അതിനുശേഷം സൗത്ത് ആഫ്രിക്കയിൽ വന്നിട്ടാണ് അദ്ദേഹം അവിടെ ആദ്യം ജോലി ചെയ്യുന്നത്. അതിനുശേഷം തിരിച്ച് ഇന്ത്യയിൽ വന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ച പരിശ്രമങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ സാധിക്കുമോ? കാരണം ആ കാലഘട്ടം എന്താണെന്ന് നമ്മൾ നോക്കണം. ഇന്നത്തെ കാലഘട്ടമല്ല അന്നത്തെ കാലഘട്ടം. അത്രയും പുരാതനമായ കാലഘട്ടത്തിൽ അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ അദ്ദേഹം നിന്നുകൊണ്ട് ചെയ്തത് അപ്പോൾ അദ്ദേഹം ആ ലിമിറ്റേഷൻസിനെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ആ കാര്യങ്ങളെ നോക്കിക്കണ്ടതെന്നുള്ളതാണ്. കാരണം നോ ലിമിറ്റേഷൻസ്. അതായത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപരായ ബ്രിട്ടീഷുകാരോട് അദ്ദേഹം ഫൈറ്റിങ്ങിന് പോയില്ല. അദ്ദേഹം ഒരു സായുധ വിപ്ലവത്തിന് പോയി അവരോട് ജയിക്കുകയില്ല. പക്ഷെ അദ്ദേഹം ആ ഒരു അചഞ്ചലമായി നിന്നുകൊണ്ട് അഹിംസ എന്ന സിദ്ധാന്തത്തെ മുൻനിർത്തി നോൺ വയലൻസ് സമരം ആരംഭിച്ചു. അതിൽ അവർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കി എന്നുള്ളതാണ്. അത് സ്നേഹമാണ് വിതറിയത്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോ പുസ്തകത്തിന് കിട്ടുന്ന ഓരോ അനുഭവങ്ങളാണ്. തീർച്ചയായിട്ടും ഈ പുസ്തകങ്ങൾ നിങ്ങളെല്ലാവരും വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജെൻ 2.0 ഹാവ് എ ഗ്രേറ്റ് ഡേ ടു ഓൾ.